64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിവസം ആവേശകരമായി പുരോഗമിക്കുന്നു. സ്വർണ്ണക്കപ്പിനായുള്ള പോരാട്ടത്തിൽ കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാടുകയാണ്. വിവിധ വേദികളിലായി മത്സരങ്ങൾ അരങ്ങ് തകർക്കുന്നു. ഇപ്പോൾ സ്വാതി ചേരുകയാണ്. സ്വാതി, കൗമാര കലോത്സവം തൃശ്ശൂരിന്റെ മണ്ണിൽ അരങ്ങ് തകർക്കുകയാണ്. എങ്ങനെയാണ് ആവേശം? മത്സരങ്ങളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ഷമി, 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം വലിയ ആവേശപൂരം തന്നെയാണ് ഓരോ വേദികളിലും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് പ്രധാനപ്പെട്ട വേദിയാണ്. ഒന്ന്, എല്ലാ വർഷവും കാണികൾ നിറഞ്ഞിരിക്കുന്ന സദസ്സ് എന്നുള്ളത് നാടകവേദികളാണ്. ഇന്നും നാടകവേദിയിൽ ഒരു നാടകം കഴിഞ്ഞിറങ്ങിയിട്ടുള്ള നീണ്ടകരയിലെ കുറച്ച് കടൽ കൊള്ളക്കാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഷമ്മി തന്നെ ഒന്ന് അത്ഭുതപ്പെട്ടിട്ടുണ്ടാവും. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. എന്തായാലും ലൈവില് അവർ നമ്മളോടൊപ്പം ചേരുകയാണ്. പിന്നെ ഷമ്മിക്കും എനിക്കും സന്തോഷം പകരുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഇവരെല്ലാവരും കൊല്ലത്ത് നിന്ന് എത്തിയവരാണ്. കൊല്ലം ജില്ലയിൽ നിന്നുള്ള നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ നാടകം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിനോടൊപ്പം ഒന്ന് ചേർത്ത് പറയേണ്ടത്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ ജില്ലകളും തമ്മിൽ നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ കണ്ണൂർ 1ാം സ്ഥാനത്തുണ്ട്. 2ാം സ്ഥാനത്ത് കോഴിക്കോടും തൃശ്ശൂരും ആയി നിൽക്കുകയാണ്. ഏത് സമയവും പോയിന്റ് നില മാറി മറിയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് ഇവരിലേക്ക് തന്നെ വരാം. ഈ നീണ്ടകരയിലെ കടൽ കൊള്ളക്കാർ ഇപ്പോൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവരുടെ നാടകം കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് സ്വർണ്ണ മീനാണ്. അപ്പോൾ സ്വർണ്ണ മീനോട് തന്നെ ആദ്യം നമുക്ക് ഇതിനെപ്പറ്റി ചോദിക്കാം. സ്വർണ്ണ മീനായിട്ടുള്ള കഥാപാത്രമാണ്. എങ്ങനെയുണ്ടായിരുന്നു നാടകം? നാടകം അടിപൊളിയായി ചെയ്തു എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. നല്ലോണം ചെയ്തു എല്ലാരും. ഈ പേര് എന്ന് പറയുന്നത് നീണ്ടകരയിലെ കടൽ കൊള്ളക്കാർ, കൊല്ലത്തെ ആണല്ലോ നീണ്ടകര. അപ്പൊ ആ കഥയും അതുമായി ബന്ധപ്പെട്ട ആ പേരുമായി എങ്ങനെയാണ് ഈ കഥയ്ക്കുള്ള ബന്ധം? പേരുമായിട്ട് കഥയ്ക്കുള്ള ബന്ധം എന്നൊക്കെ പറയുമ്പോൾ നീണ്ടകരയിൽ കുറച്ച് പേര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളും അതുപോലെ കടലിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് ഇതിനകത്ത് മെയിനായിട്ടും കൊടുക്കുന്നത്. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഫ്രീഡം, സ്വാതന്ത്ര്യം ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു മീനിങ് ആണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗം കൂടിയുണ്ട്. നമുക്ക് ആളോട് കൂടി ചോദിക്കാം. ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വേഷവിധാനമാണ്. ആദ്യം മത്സ്യമായിട്ടായിരുന്നു എത്തിയത്, പിന്നീട് വേഷം മാറി ഇപ്പോൾ നമ്മുടെ മുന്നിലേക്കുണ്ട്. ചിലപ്പം ഈ സ്ലാങ് ഒക്കെ ചിലപ്പോൾ നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ പരിചിതമല്ലാത്ത ചില ഭാഷയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പരിശോധിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു നാടകം? എന്തായിരുന്നു നാടകത്തിൽ പറഞ്ഞത്? നാടകം പൊളിച്ചു. കടലിന്റെ അടിയിലും ജീവജാലങ്ങളുണ്ടെന്ന് ഞങ്ങൾ ആൾക്കാരോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നാടകം കളിച്ചത്. നാടകം പൊളിയായിരുന്നു. ഞങ്ങൾ നന്നായി കളിച്ചു. അപ്പോൾ എന്താ പ്രതീക്ഷിക്കുന്നത്? ഈ നാടകം നമ്മൾ എല്ലാവരും മത്സര ബുദ്ധിയോടെ കാണുന്നതായിട്ടാ. പക്ഷെ കൊല്ലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും നാടകം കളിക്കുന്നു. നാടകം കളിക്കുക എന്നുള്ള സന്തോഷം തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് 1ാം സ്ഥാനം വേണം, 2ാം സ്ഥാനം വേണം, അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? ആഗ്രഹം ഇല്ലെന്നൊന്നും പറയുന്നില്ല, ആഗ്രഹമുണ്ട്. എന്നാലും ഞങ്ങളുടെ ആ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ ആൾക്കാരിലോട്ട് എത്തിക്കണം. അതാണ് ഞങ്ങളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഞങ്ങളുടെ ആ ഒരു സബ്ജക്റ്റ് ഞങ്ങൾ ആൾക്കാരിലോട്ട് എത്തിക്കണം. അതെ, മാക്സിമം ഞങ്ങൾ അത് എത്തിക്കാനും ശ്രമിക്കും. ഇപ്പൊ എത്ര നാളായിട്ട് ഈ പരിശീലനമൊക്കെ നടക്കുന്നുണ്ട്? ഉഷാറായിട്ട് പരിശീലനമൊക്കെ നടന്നതായിട്ടുള്ള വീഡിയോകളൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രകാശ് കലാകേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാലവേദിയിലെ കൂട്ടുകാരാണ് എന്നുള്ള ചെറിയ അറിവ് കൂടി ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് പ്രാക്ടീസ് ഒക്കെ നടന്നത്? പ്രാക്ടീസൊക്കെ എല്ലാ ദിവസവും രാത്രിയിൽ, എല്ലാവർക്കും ട്യൂഷനൊക്കെ കഴിയുമ്പോൾ രാത്രിയിലാവും പ്രാക്ടീസ് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും പിരിഞ്ഞു പോകാറുണ്ട്. പിന്നെ കലാകേന്ദ്രമാണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത്. പിന്നെ നീരാജ് സ്കൂളിലെ സാറുമാരും അമാസ് അണ്ണനുമാണ് ഞങ്ങളെ എല്ലാത്തിനും നേതൃത്വം നൽകിയത്. അപ്പോൾ ഷമ്മി, ഈ നാടക കൂട്ടര് പ്രകാശ് കലാകേന്ദ്രത്തിന്റെ ബാലവേദിയിലെ സജീവ പ്രവർത്തകർ കൂടിയാണ്. ഈ ഘട്ടത്തിൽ അതുകൂടി പ്രകാശ് കലാകേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും ഇവരെല്ലാം തന്നെ സ്വാതി, പ്രകാശ് കലാകേന്ദ്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കുട്ടികളാണല്ലോ. അവര് നീരാവിൽ SNDP സ്കൂളിലെ വിദ്യാർത്ഥികൾ. അങ്ങനെയല്ലേ മത്സരത്തിൽ പങ്കെടുക്കുന്നത്? തീർച്ചയായും. ഇവർ കഴിഞ്ഞ ദിവസം ഇവരെല്ലാവരും നീരാവിൽ സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. നീരാവിൽ SNDP YHSS സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവർ കഴിഞ്ഞ വർഷവും ഇതേ അമാസിന്റെ സംവിധാനത്തിൽ നാടകം അവതരിപ്പിച്ചിരുന്നു. ആ നാടകത്തിനും A ഗ്രേഡ് നേടിയിരുന്നു അല്ലേ? കഴിഞ്ഞ തവണ HSS കൂടി മത്സരത്തിൽ ഉണ്ടായിരുന്നു. ഇത്തവണ HS വിഭാഗം മാത്രമാണ് സ്കൂളിൽ നിന്നും മത്സരത്തിന് എത്തിയിട്ടുള്ളത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും വലിയ എനർജി ഉണ്ട് കുട്ടികൾക്കൊക്കെയും. പക്ഷെ ഇപ്പോൾ അവരുടെ കൂട്ടത്തിൽ മോണോ ആക്ടിലും ഒക്കെ സ്ഥിരമായി സമ്മാനം വാങ്ങുന്ന ഐഷ ആ കൂട്ടത്തിൽ എവിടെയോ ഉണ്ട്. ഐഷയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചേ. ഐഷയുണ്ട്.
ആ അതെ ഐഷയ്ക്ക് അതെ എന്താ? ഐഷയ്ക്ക് പ്രത്യേക ഫാൻസ് ഉണ്ട് അതല്ലേ ഐഷ കഴിഞ്ഞ തവണ അതെ കഴിഞ്ഞ തവണ ഇത് ആൺകുട്ടിയായിട്ട് വേഷം ധരിച്ചിട്ടാണ് കഴിഞ്ഞ വർഷത്തെ നാടകത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ജഡ്ജസിന് തന്നെ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ ബെസ്റ്റ് ആക്ടർ അവാർഡൊക്കെ വാങ്ങിയ ആള് ഇതായിരുന്നു. അതായത് ജഡ്ജസിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഐഷ നമ്മളോടൊപ്പം ഉണ്ട്. ഐഷയ്ക്ക് എന്താ പറയാനുള്ളത്? ഐഷയ്ക്ക് പറയാനുള്ളത് നാടകം ഞങ്ങൾ പൊളിച്ചു, വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾക്ക് കളിക്കാൻ സാധിച്ചു. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നതിനെക്കാട്ടിലും ഞങ്ങൾ മുന്നോട്ട് വെച്ച ആശയം ആൾക്കാരുടെ മനസ്സിലെത്തി എന്നുള്ളൊരു സന്തോഷമുണ്ട്. കാരണം ആരും ഇതുവരെയായിട്ട് ചിന്തിക്കാത്ത ഒരു പ്രശ്നത്തെയാണ് ഞങ്ങൾ സമൂഹത്തിന് മുന്നിലോട്ട് വെച്ചത്. എല്ലാവരും പ്രകൃതിയെയും മനുഷ്യരെയും കുറിച്ച് പറയുമ്പോൾ ഞങ്ങളിവിടെ മീനുകളെ കുറിച്ചാണ് സംസാരിച്ചത്. കടലിനടിയിൽ ജീവിക്കുന്ന മീനുകളെ കുറിച്ച് ആരും സംസാരിച്ചില്ല. ആ വിഷയത്തെ ഐഷയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് സമയം അത് അതിമനോഹരമായി ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ ഐഷയ്ക്ക് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരുപാട് സമയം വേണ്ടിവരും.